മസ്ജിദിന്റെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും മൗലീദും പ്രൗഢഗംഭീരമായ സദസ്സിൽ നടന്നു. പെരുമ്പാവൂർ ടൗൺ മസ്ജിദിന്റെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും മൗലീദും നടന്നു. പ്രസിഡന്റ് ടി.എം. സക്കീർ ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എന്റെ പിതാവിന്റെ വാപ്പാടിൽ ഒരു ചിരകാല അഭിലാഷമാണ്, അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ വീണ്ടും ഈ ദിവസത്തോടുകൂടി അതിന് സർവശക്തനെ സ്തുതി. ഈ രീതിയിലും അതിന്റെ ഭാഗത്ത കഴിഞ്ഞത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ്. ഇനി ഇതിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. പക്ഷെ സെക്രട്ടറി സൂചിപ്പിച്ചത് നല്ലത് നമ്മുടെ സാമ്പത്തിക സാഹചര്യം പിന്നെ ഈ കൂടുതൽ കാലങ്ങൾ അടച്ചിടുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മുടെ രണ്ട് സൗകര്യമുള്ള പണികൾ ആ തരത്തിലുള്ള ഡിസൈൻ പൂർണ്ണമായും അങ്ങോട്ട് എത്തേണ്ടതുണ്ട്. മാറ്റുകൾ കുറച്ച് കൂടുതൽ ബാക്കിലേക്ക് ഇടേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് എല്ലാം ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് സൂചിപ്പിച്ചത് ഈ പള്ളിയുടെ മഹത്വമാണ്. റബ്ബിന്റെ അനുഗ്രഹീതമായ അനുഗ്രഹം ഒരു കാലഘട്ടത്തിൽ എന്റെയൊക്കെ ബാല്യകാലം, ഞങ്ങളൊക്കെ മദ്രസയിലൂടെ പഠിക്കുന്ന കാലം, ചാർജെടുക്കുന്ന ഈ പ്രദേശത്തെ എപ്പോഴും പിന്നെ കാലി സാഹിബൊക്കെ വരുമ്പോൾ പഴയകാല സ്മരണ ഇവിടെ പറഞ്ഞ് ഞാനത് അപ്പുറത്തേക്കാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. കാരണം ഈ ടൗണുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് പള്ളികളുണ്ട്, വിപുലീകരിച്ച പള്ളികളുണ്ട്, രാജ്മഹലിനോട് കിടപിടിക്കുന്ന പള്ളികളുണ്ട്. പക്ഷേ ഉസ്താദ് പറഞ്ഞത് മാതിരി അന്ന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് ഇത് തുറന്നു കൊടുക്കുമ്പോ തലേ ദിവസത്തെ രാത്രിയുടെ ഒരു ചില വിദൂരം അന്നും മനസ്സിൽ കയറി വരികയാണ്. ചീഫ് ഇമാം അബ്ദുൽ സലാം ബാഗവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി എം റസാഖ്, ട്രഷറർ VA പരീദ് ക്യാപ്സൺ, VP കുഞ്ഞു മുഹമ്മദ്, ഇമാം ഇസ്മായിൽ ഹസനി, ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം, മാഹിൻ മൗലവി, കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP അലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രപഞ്ചത്തിന്റെ നിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കി മണൽക്കാടിന്റെ സ്വീകാരവും ഈന്തപ്പനയോലകളുടെ മർമ്മരവും ഏറ്റ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ റബീയിൽ ആ മദീന പട്ടണം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ മദീനയിലെ മസ്ജിദ് നബവിയേക്കാൾ ഉയരത്തിലുള്ള ഒരു ബിൽഡിംഗ് അതിന്റെ പരിസരത്തില്ല. പെരുമ്പാവൂര് നമുക്ക് കാണാൻ കഴിയുന്നത് ഉയരത്തിൽ നമ്മളുടെ മുമ്പ് നടന്നുപോയ മഹത്തുക്കളുടെയൊക്കെ മനസ്സിന്റെ നന്മ കൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു ഇവിടെ പരാമർശിക്കപ്പെട്ട മൗഹൂം ബഹുമാന്യനായ മുസ്തഫ ഹാജി, അങ്ങനത്തെ ഒരുപാട് സുഹൃത സാന്നിധ്യങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ ഈ മസ്ജിദ് കാലാനുസൃതമായ മാറ്റങ്ങളോടെ മനോഹരമാക്കിയിരിക്കുകയാണ്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നാളെ പരലോകത്ത് സ്വർഗീയമായ അനുഭൂതിയും സ്വർഗീയമായ വീടും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.